2026 ഫെബ്രുവരി 28 ഇറാനും ഇസ്രായേലും അമേരിക്കയും ലോകത്തെ മുൾമുനയിൽ നിർത്തിയ യുദ്ധം തുടങ്ങിയ ദിവസം. 3 രാജ്യങ്ങളായിരുന്നു യുദ്ധത്തിന്റെ കാഹളം മുഴക്കിയതെങ്കിലും ലോകം മുഴുവൻ സ്തംഭിച്ചു പോയ ദിനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത്. പശ്ചിമേഷ്യയിൽ തുടങ്ങിയ അശാന്തി ഇറാൻ ഹോർമുസ് കടലിടക്കടച്ചതോടെ ലോകമാകെ പടർന്നു. ഇന്ധന പ്രതിസന്ധിയിൽ കേരളം പോലും വലഞ്ഞു. ഇപ്പോഴിതാ ഭീതിയുടെ ദിനങ്ങൾ അവസാനിക്കുന്നുവെന്ന പ്രതീക്ഷയാണ് ഇറാനും യുഎസും ഒപ്പുവെച്ച സമാധാന കരാർ. ആൾനാശം, ലോക സാമ്പത്തിക ക്രമത്തിലെ മാറ്റങ്ങൾ, സമ്പദ് വ്യവസ്ഥകൾ നേരിട്ട തകർച്ച, ഇതാണ് 100-ലേറെ ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ നീക്കിയിരിപ്പ്. ഫെബ്രുവരി 28-നാണ് ഇറാനെതിരെ യുഎസും ഇസ്രായേലും കനത്ത വ്യോമാക്രമണം ആരംഭിച്ചത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട ആക്രമണത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഏറ്റവും വലിയ നാശമുണ്ടായത് ഇറാന് തന്നെയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി അടക്കമുള്ള ഉന്നത നേതൃനിരയുടെ മരണങ്ങൾ ഉൾപ്പെടെ ആ നഷ്ടങ്ങളുടെ പട്ടികയിലുണ്ട്. ആക്രമണത്തെ അതിജീവിക്കാൻ ഇറാനിലെ ഭരണകൂടത്തിന് കഴിയില്ലെന്ന് പലരും കരുതി. പക്ഷേ മിസൈലുകളും ഡ്രോണുകളും കൊണ്ട് ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. ആ ആക്രമണം നീണ്ടത് ഗൾഫ് മേഖലയിലേക്കായിരുന്നു. ഇസ്രായേലിനെയും അറബ് മേഖലയിലെ യുഎസ് സൈനിക താവളങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു. ഇറാനുമായി അടുപ്പമുള്ള ലബനനിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ആക്രമിച്ചാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. റോക്കറ്റ് ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയും തിരിച്ചടിച്ചതോടെ പോരാട്ടം കനത്തു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞതോടെ ലോകം ഒന്നടങ്കം സമാധാനത്തിനായി രംഗത്തെത്തി. ഹോർമുസ് തുറക്കാതെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി ട്രംപും രംഗത്തെത്തി. മാർച്ചിലാണ് ഇറാന്റെ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി പ്രമേയം പാസാക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാന്റെ ദേശീയ സുരക്ഷാ സമിതി മേധാവി അലി ലാരിജാനി ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതോടെ മാർച്ച് അവസാന വാരം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. എണ്ണവില കുതിച്ചുയർന്നതോടെ യുദ്ധം മറ്റ് രാജ്യങ്ങളെയും വല്ലാതെ തളർത്തി. പിന്നാലെയാണ് പാകിസ്ഥാൻ യുഎസിനും ഇറാനുമിടയിൽ ദൂതനായി എത്തിയത്. ഏപ്രിൽ 8-ന് പാകിസ്ഥാന്റെ ഇടപെടലിനെ തുടർന്ന് ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾക്ക് പിന്നാലെ യുഎസും ഇസ്രായേലും ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതോടെ യുദ്ധം അവസാനിക്കുമെന്ന് ലോകം കരുതി. പക്ഷേ ഒന്നും അവസാനിച്ചിരുന്നില്ല. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നും ഹോർമുസിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഇറാൻ തള്ളിയതോടെ ചർച്ച പരാജയപ്പെട്ടു. ഇറാനിലെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകൾ അമേരിക്ക പൂർണ്ണമായും തടഞ്ഞു. വീണ്ടും ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്ക് പിന്നാലെ ലോകം ഏറെ നാളായി ആകാംക്ഷയോടെ കാത്തിരുന്ന നിർണായക നയതന്ത്ര നീക്കത്തിന് ഫ്രാൻസിലെ എവിയനിലെ ബെൻസിൽ നടന്ന G7 ഉച്ചകോടി സാക്ഷ്യം വഹിച്ചു. യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾക്ക് താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ടുള്ള ചരിത്രപരമായ ധാരണാപത്രത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവെച്ചു. 14-ഇന കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത്. മുഴുവൻ സഖ്യകക്ഷികളുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുക, ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടൽ ഒഴിവാക്കുക, പൂർണ്ണമായും സമാധാനത്തിനായി കരാറിലേക്ക് എത്താനായി ഇരു രാജ്യങ്ങൾക്കും പരമാവധി 60 ദിവസത്തെ സമയപരിധി നൽകുക, ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന നാവിക ഉപരോധങ്ങളും തടസ്സങ്ങളും നീക്കുക, 30 ദിവസത്തിനകം ഉപരോധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക. യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ സാമ്പത്തിക വികസനത്തിനും പുനർനിർമ്മാണത്തിനുമായി $30,000 കോടി ഫണ്ട് രൂപീകരിക്കൽ. ഇറാൻ വ്യവസ്ഥകൾ പാലിക്കുകയാണെങ്കിൽ യുഎസിന്റെ അനുമതിയോടെ UAE പോലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനിൽ പവർ പ്ലാന്റുകളോ മറ്റ് വികസനങ്ങളോ നടത്താം. അങ്ങനെ ഫണ്ട് കണ്ടെത്താം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി ഏർപ്പെടുത്തിയതും യുഎസ് ഏകപക്ഷീയമായി നടപ്പാക്കിയതുമായ എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും അവസാനിപ്പിക്കുക. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വാങ്ങുകയോ ഇല്ല എന്ന സമ്മതം. കരാറിലെ അവസാന വ്യവസ്ഥകൾ വരും ദിവസങ്ങളിൽ ഈ ഉടമ്പടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണ്. മോണിറ്ററിംഗ് സംവിധാനം, അന്തിമ സമാധാന കരാറിനായുള്ള ചർച്ചകൾ, UN അംഗീകാരം എന്നിവ. ഇങ്ങനെ 14-ഇന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ദശാബ്ദങ്ങളുടെ പഴക്കമുള്ള യുഎസ് ഇറാൻ ശത്രുതയ്ക്കും മധ്യപൂർവേഷ്യയിലെ യുദ്ധഭീതിക്കും താൽക്കാലികമായെങ്കിലും ആശ്വാസമാണ് ഈ സമാധാന കരാർ. എണ്ണവില നിയന്ത്രിക്കാനും ഹോർമുസിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും ഇത് സഹായിക്കുമെങ്കിലും ഇസ്രായേലിന്റെ നിലപാടും
60 ദിവസത്തിനകം പൂർത്തിയാക്കേണ്ട അന്തിമ ചർച്ചകളും കരാറിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഒരു താൽക്കാലിക വെടിനിർത്തലിനപ്പുറം മധ്യപൂർവേഷ്യയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാൻ ഈ കരാറിന് സാധിക്കുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം.